കോടതി ഇടപെട്ടിട്ടും തൃശൂർ മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും. ഇന്നും വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിൽ അപകടങ്ങളും പതിവാവുകയാണ്. ശരത്തുണ്ട് നമ്മളോടൊപ്പം ദേശീയപാതയിൽ നിന്ന്. തൃശ്ശൂരിൽ നിന്ന് നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ശരത്ത്, സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഇന്നലെ ദേശീയപാത അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാരിന് കരാർ കമ്പനിക്ക് കിട്ടിയത്. റോഡ് നന്നാക്കാതെ എന്തിന് ജനങ്ങൾ 150 രൂപ ടോൾ കൊടുക്കണം? ദേശീയപാതയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് കോടതി തുറന്നടിക്കുകയായിരുന്നു. എന്നിട്ടും ഒരനക്കവുമില്ലേ ദേശീയപാത അതോറിറ്റിക്കും ഈ കരാർ കമ്പനിക്കും? മനു, ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇതിനകത്ത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ടോൾ പിരിക്കാനുള്ള ചുമതലയിൽ നിന്ന് ഇവരെ ഒഴിവാക്കുന്നത്, ടോൾ പിരിക്കാനുള്ള അനുമതി കോടതി ഇല്ലാതാക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ ടോൾ കമ്പനിയും നാഷണൽ ഹൈവേ അതോറിറ്റിയും സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിന്നും ഇതുപോലെ തന്നെ വലിയ വിമർശനമാണ് ഇരുവർക്കും, ഈ രണ്ട് ഏജൻസികൾക്കും എതിരെ ഉയർന്നിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന രീതിയിലാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഈ ടോൾ പിരിക്കുന്ന കമ്പനിയാണെങ്കിലും ഒരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവിടുകയും 4 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയണം, അല്ലെങ്കിൽ റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കണം എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. എന്നാൽ 2 ആഴ്ചയായിട്ടും ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പലയിടങ്ങളിലും നടക്കുന്നില്ല എന്ന് വേണം പറയേണ്ടി വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആമ്പല്ലൂരിലാണ്. ആമ്പല്ലൂരിലെ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു, സ്കൂൾ സമയം ആരംഭിച്ചു. വലിയ ബ്ലോക്ക് ഇപ്പോൾ തന്നെ രൂപപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയിലേക്ക് കടന്നു പുതുക്കാട് ഈ ടോൾ ബൂത്ത് കഴിഞ്ഞ് വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ആമ്പല്ലൂർ. ഇവിടെ മേൽപ്പാലം നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഒരു രീതിയിലും കുറ്റമറ്റ രീതിയിൽ പുരോഗമിക്കുന്നില്ല, അല്ലെങ്കിൽ നടക്കുന്നില്ല. ഇത് വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. വെള്ളിയാഴ്ച ഇതുപോലെ 18 മണിക്കൂർ വരെ നീണ്ടു നിന്നൊരു ബ്ലോക്ക് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം സമാനമായ ബ്ലോക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളുകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ അവധി ആയതുകൊണ്ട് വലിയ രീതിയിൽ ബ്ലോക്ക് കുറവായിരുന്നു എന്ന് പറയാം. കഴിഞ്ഞ സമയം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സ്കൂൾ ബസ്സുകൾ കൂടി വരുന്നതോടുകൂടി നിരത്തുകൾ വീണ്ടും സജീവമാകും, വലിയ ബ്ലോക്കുകൾ രൂപപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കുഴികൾ ഈ സർവീസ് റോഡുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സർവീസ് റോഡുകളിലെ കുഴികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അടയ്ക്കുന്നതിന് വേണ്ടി കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടുകൊണ്ട് ഒരു കണ്ണ് കെട്ടുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ കണ്ണ് കെട്ടുന്ന ചടങ്ങാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ നിർമ്മാണ കമ്പനിയും നടത്തിയിട്ടുള്ളതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് റോഡുകളിലൂടെ പോകുന്ന ചെറുവാഹനങ്ങൾ സ്ലിപ്പായി വീഴുകയും അപകടത്തിൽപ്പെടുന്നതും ഒരു നിരന്തരമായിട്ടുള്ള സംഭവമായി മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ദേശീയപാതയിലൂടെയുള്ള ഒരു യാത്രക്കാരൻ്റെ അല്ലെങ്കിൽ ദേശീയപാത നിരത്തുകൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ യാത്രക്കാർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. മനു, ഇന്നും ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനെ രൂക്ഷമായി തുടരുകയാണോ ശരത്ത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവുണ്ടോ എന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ട്രാഫിക് ബ്ലോക്ക് കുറവാണ്. കാരണം പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ മാത്രമാണ് ദേശീയപാതയിലേക്ക് കടത്തിവിടുന്നത്. ചെറിയ വാഹനങ്ങളെല്ലാം തന്നെ സർവീസ് റോഡിലൂടെ കടത്തിവിടുന്നു. പോലീസ് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സ്ഥലങ്ങളിൽ നിയന്ത്രിക്കുന്നുണ്ട്, വാഹനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ട് കഴിഞ്ഞ ദിവസത്തെ അത്ര ട്രാഫിക് ബ്ലോക്ക് അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് സ്ഥലത്തില്ല എന്ന് വേണം നമുക്ക് പറയാം. പക്ഷേ എന്നാലും യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ദുരിതം തന്നെയാണ്. ഈ സർവീസ് റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കുഴികൾ താണ്ടി ചാടി എത്തുന്ന ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് അവർക്കത് ഈ ദേശീയപാതയിലൂടെയുള്ള യാത്ര ഏതാണ്ട് മുരിങ്ങൂര് കഴിഞ്ഞു വരെയുള്ള യാത്ര ഏതാണ്ട് ഒരു നരക സമാനമായിട്ടുള്ള ഒരു പ്രതീതിയാണ് നൽകുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് ക്യാമറ വെക്കൂ. ശരത്തെ, ആ ദൃശ്യങ്ങളിലേക്ക് കൂടി, ആ റോഡിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് ക്യാമറ വെക്കൂ. നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ. ഒരു ദേശീയപാതയുടെ അവസ്ഥയാണല്ലോ. ദേശീയപാത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിപാലിക്കുന്നതാണ്, നിർമ്മിക്കുന്നതാണ്. ആ ദേശീയപാതയെ ഒരവസ്ഥ നോക്കൂ, കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ ദേശീയപാതയിലെ കുണ്ടും കുഴിയെക്കുറിച്ച് വിമർശിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ദേശീയപാതയെക്കുറിച്ച് വിമർശിച്ചാലും അതിന് സൈഡിൽ ഈ നിതിൻ ഗഡ്കരിയുടെ പടം വയ്ക്കാതെ പകരം മുഹമ്മദ് റിയാസിന്റെയും പിണറായി വിജയന്റെയും പടം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ടെന്ന് ഈ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളം പല ഘട്ടങ്ങളിലും അവർ നമ്മളോട് പറയാറുമുണ്ട്. ശരത്ത്, ഇനി മഴയാണ് വില്ലൻ എന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ദേശീയപാത അതോറിറ്റി ഇന്നലെ സുപ്രീം കോടതിയിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ മഴ മാത്രമായിരുന്നോ വില്ലൻ? ഇവരുടെ വലിയ അനാസ്ഥ കൂടിയില്ലേ? തോന്നിയ വഴിക്ക് ഇവർ പണിയെടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഈ ദൗത്യം ഇഴഞ്ഞു നീങ്ങിയത്?
മനു, തീർച്ചയായിട്ടും ഇതിനെ മഴയെ മാത്രം പഴിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ദേശീയപാത അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ടോൾ പിരിക്കുന്ന കമ്പനികൾക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം മഴക്കാലത്തിന് മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ മന്ദഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മൺസൂൺ കാലം തുടങ്ങുന്നത് മെയ് പകുതിയോടുകൂടി മൺസൂൺ തുടങ്ങും. തുടർന്ന് കേരളം വലിയ രീതിയിൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ്. ഇതെല്ലാം അറിയുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കിയത്. കഴിഞ്ഞ ജനുവരി മാസത്തിലെല്ലാം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തോളം അനങ്ങാതെ ഇരുന്നതിന് ഇത് ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മഴയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരുത്തിയ ഉദാസീനത അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ മെല്ലെപ്പോക്കിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ദേശീയപാത അതോറിറ്റിക്കാണെങ്കിലും ടോൾ പിരിക്കുന്ന കമ്പനിക്കാണെങ്കിലും ഇതിനകത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പിരിക്കുന്ന ടോളിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന് ടോൾ കമ്പനി തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.